ഹലോ എവ്രി വൺ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നേക്കുന്നത് നിവിൻ പോളി അഭിനയിച്ച ഫാർമ എന്ന് പറയുന്ന സീരീസിൻ്റെ വിശേഷങ്ങളായിട്ടാണ്. സീരീസിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇതിൻ്റെ കുറച്ച് ടെക്നിക്കൽ സൈഡ് പറയാം. ഇത് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് കൃഷ്ണൻ സേതുകുമാർ എന്ന് പറഞ്ഞൊരു പുള്ളിയാണ്. അതൊരു മൂവി മിൽസ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ ബാനറിൽ പുള്ളിയാണ് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ PR അരുൺ. ജമുന പ്യാരിയൊക്കെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള ആളാണ് പുള്ളി. സ്ക്രിപ്റ്റ് റൈറ്ററാണ് ഓൾറെഡി. പിന്നെ ക്യാമറ ചെയ്തേക്കുന്നത് അഭിനന്ദൻ രാമാനുജൻ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയാണ്. എഡിറ്റിംഗ് ചെയ്തേക്കുന്നത് ശ്രീജിത്ത് സാരംഗ്. മ്യൂസിക് അബ്ജാക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിസ്റ്റും അതുപോലെ ജെക്സ് ബിജോയും ചെയ്തിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഇതിലെ കാസ്റ്റ് വരുന്നത് പറയാം. കാസ്റ്റ് നിവിൻ പോളി, പിന്നെ രജിത് കപൂർ എന്ന് പറഞ്ഞിട്ടൊരു ഹിന്ദി ആക്ടറാണ്, പിന്നെ ബിനു പപ്പു, ശ്രുതി രാമചന്ദ്രൻ, അതുപോലെ വീണ നന്ദകുമാർ, ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇതിലെ കാസ്റ്റ് വരുന്നത്. പേര് പോലെ തന്നെ ഫാർമ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സീരീസാണ്. ഇതിൻ്റെ ടൈറ്റിലൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈക്ക് സീരീസ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, മീൻസ് ഒരു ടൈറ്റിൽ വരുന്ന സമയത്ത് ആ ടൈറ്റിലും കാര്യങ്ങളൊക്കെ ഒരു മോഷൻ ഗ്രാഫിക്സ് രീതിയിൽ അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര ഒരു ഫീലായിട്ട് തോന്നുന്ന ഒരു സാധനമാണ്. അതിൻ്റെ മ്യൂസിക് ആണെങ്കിലും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നിവിൻ പോളിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു മിഡിൽ ക്ലാസ്, എന്താ പറയുക, നമ്മുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് മെഡിക്കൽ റപ്പായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നിവിൻ പോളിയുടെ. നിവിൻ പോളി ഒരു പർട്ടിക്കുലർ ഒരു പ്രോഡക്റ്റ് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി ആ ഒരു പർട്ടിക്കുലർ ഒരു മെഡിസിൻ പുഷ് ചെയ്യും. പിന്നെ അത് വർഷങ്ങൾക്ക് ശേഷം അതിൽ നിന്നുണ്ടാകുന്ന ഇഷ്യൂസും, പിന്നെ ഫാർമസ്യൂട്ടിക്കൽസ്, ആ ഒരു ഫാർമ കമ്പനീസിൽ നടക്കുന്ന ഭയങ്കരമായ വലിയ മീൻസ് കറപ്ഷൻസും കാര്യങ്ങളും ഒക്കെ എടുത്തു കാട്ടുന്ന ഒരു മൂവിയാണ്. അതിനോട് ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന കൊലപാതകങ്ങളും ആ രീതിയിലുള്ള ഒരു ഫാർമ ഡ്രാമ, ഒരു ആ ഒരു ജോൺട്രയിൽ വരുന്ന ഒരു പടമാണ്. ഭയങ്കര അടിപൊളി സാധനം എന്നല്ല പറയുന്നത്, പക്ഷേ ഒരു നൈസ് സ്പേസ് ആണ് ഇതിൻ്റെ. നമുക്ക് ലാഗൊന്നും തീരെ ഫീൽ ചെയ്യില്ല. ഞാൻ ഏകദേശം 8 എപ്പിസോഡ് ഉണ്ട്. ഒരുപാട് ലെങ്തി ഒന്നുമില്ല, 20 മിനിറ്റൊക്കെ മാക്സിമം ഉള്ളൂ. ലാസ്റ്റ് എപ്പിസോഡ് മാത്രമാണ് ഒരു അരമണിക്കൂർ 35 മിനിറ്റിൻ്റെ അടുത്തൊക്കെ വരുന്നത്. അപ്പോൾ സിമ്പിളായിട്ടൊരു ഒരൊറ്റ സ്ട്രെച്ചിൽ ഇരുന്നിട്ട് ഫുള്ള് കണ്ടു തീർക്കാൻ പറ്റും. അതിൻ്റെ ഇടയിൽ നമുക്ക് ലാഗൊന്നും ഫീൽ ചെയ്യില്ല. ഒരു എപ്പിസോഡ് കഴിയുമ്പോൾ അടുത്ത എപ്പിസോഡിൽ എന്തായിരിക്കും സംഭവങ്ങൾ എന്നുള്ളത് കാണാനുള്ള ആ ഒരു മീൻസ് നമുക്കൊരു ടെൻഡൻസി അടുത്തത് എന്തായിരിക്കും എന്നുള്ളത് അങ്ങനെ തോന്നിപ്പിക്കുന്ന എലമെൻറ്റ്സ് ഒക്കെ ഈ ഒരു ഫാമ എന്ന് പറയുന്ന സീരീസിനകത്തുണ്ട്. പിന്നെ നിവിൻ പോളിക്ക് കുറേ ആയിട്ടൊരു ഓപ്പണിങ് കിട്ടിയിട്ടില്ല. കുറേ കാലമായി മൂവീസ് ചെയ്യുന്നു, അത്രയ്ക്ക് ഒരു ഫ്രണ്ടിലേക്ക് വരാൻ പറ്റിയിട്ടില്ല. കുറച്ച് കാലമായിട്ടൊന്നും തോന്നി. പക്ഷേ ഈ മൂവിയിൽ പുള്ളി അത്യാവശ്യം നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പുള്ളിയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ അഭിനയിച്ച ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഭയങ്കര വലിയ കാസ്റ്റൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും ഒരു നൈസ് സ്പേസിലുള്ള ഒരു ഫാർമ റിലേറ്റഡ് സ്റ്റോറി പറയുന്ന ഒരു മൂവി, ഒരു സീരീസ്. അപ്പോൾ ഇത് ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസായിട്ടുണ്ട് 19th. അപ്പോൾ കാണാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പോയിട്ട് കാണുക. കണ്ട ആൾക്കാർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു മൂവിയുടെ വിശേഷങ്ങളായിട്ട് വരുന്നവരേക്കും ബൈ.